ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ കരിക്കിൻ്റെ അവസാനത്തെ എപ്പിസോഡ് എത്തിയിട്ട് നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം. കുറച്ച് ദിവസം വന്നിട്ട് എന്തായാലും നമുക്ക് റിയാക്ഷൻ സ്റ്റാർട്ട്. എന്തുല്ലടാ എടാ, ഈ പാർട്ടി പറഞ്ഞ അനുസരിച്ച് ഈ സെക്യൂരിറ്റിയുടെ പ്രേതം ഇച്ചിരി വിഷയമാണ്. കുറച്ച് നാൾക്ക് മുമ്പ് പാർട്ടിയുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് അപ്പാർട്ട്മെന്റിന്റെ മേലെ കയറുന്ന വെള്ളം അടിച്ച് അലമ്പാക്കി. അന്ന് ഈ സെക്യൂരിറ്റിയുടെ പ്രേതം ഉണ്ടല്ലോ, അവന്മാരെ പേടിപ്പിച്ച് വലപ്പിച്ച് മുള്ളിച്ച്. എനിക്ക് തോന്നണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി പണി പൂർത്തിയാക്കി പെൻഷൻ വാങ്ങാൻ പറ്റാത്തതിന്റെ നല്ല വിഷമം ആ സെക്യൂരിറ്റിയുടെ പ്രയത്നമുണ്ടെന്നാണ്. അയാൾക്ക് പെൻഷൻ കിട്ടാത്തവരെ ഞങ്ങൾ എന്ത് ചെയ്യാന്? അത് ശരി. എടാ, ഇത്ര നാൾ ഇവിടെ ഞാൻ താമസിച്ചിട്ട് ഇന്നേ വരെ ഒരു സെക്യൂരിറ്റി പ്രയത്നം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ വന്ന നിന്നെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നീയൊക്കെ ഇവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തോ ഒപ്പിച്ചെന്നാ? ആ ഭൂതത്തിന്റെ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിച്ചു, അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഇവന് ഇക്കിള് വന്നിട്ട്. അല്ല, അല്ലെങ്കിൽ തന്നെ എക്സ്പയർ ഡേറ്റ് തന്നെ സെക്യൂരിറ്റി എന്തായാലും ഞങ്ങൾ ഓടിച്ചിരുന്നത്. താഴെ ശമ്പളം വാങ്ങിച്ച് ജീവനോട് സെക്യൂരിറ്റി ഉണ്ടല്ല, പുള്ളി ഞങ്ങളെ പിടിച്ചാ പോരെ? ഇത് മാങ്ങാത്തൊലിയാണോ? നീ ഒരു കാര്യം ചെയ്യ, താഴെ പോയാൽ മാങ്ങാത്തൊലി സെക്യൂരിറ്റിയോട് ചോദിക്കും ഇതിനെ കുറിച്ച് വല്ല അറിയാവുന്നു. അല്ല, ഞാനിപ്പോ എന്ത് ചോദിക്കാനാണ്? നീ പാട്ടിയെടുത്ത് വെച്ച് വെച്ചില്ലേ, അതന്നെ ചോദിച്ചാൽ മതി. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് 300 ഒരുമിച്ച് പോവാം. ഞങ്ങൾ വരുന്നൊന്നുമില്ല. ഇപ്പൊ തന്നെ ആ സ്റ്റെയർ കേസ് കിടന്ന കറങ്ങിന്റെ കറക്കം ഇതുവരെ തലേന്ന് പോയിട്ടില്ല. നിനക്ക് പേടിയായിട്ടാണ്? പിന്നെ എന്റെ പട്ടി പേടിക്കും. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ആഹാ, മുട്ടക്കാട്ടം ബിൽഡിങ്ങും ലിഫ്റ്റും ഇല്ല. എന്താടാ സുനിലേ, പേടിച്ചിട്ടൊന്നുമല്ല. എന്തിന്റെ ജോലിക്കാരി എന്തേ? അത് പോയി പോയാ? പിന്നല്ലാണ്ട് രാവിലെ എനിക്ക് ദേഷ്യത്തോടെ കയറി വന്നു. ഞാൻ പുള്ളിയുടെ മുഖത്തൊക്കെ 2 വർത്താനം പറഞ്ഞു. പുള്ളി അപ്പം തന്നെ പോക്കറ്റിൽ നിന്ന് ഒരു പേന എടുത്തിട്ട് വെള്ളപ്പേപ്പർ ടൈപ്പ് ചെയ്തിട്ട് താഴെ ഒപ്പിട്ടിട്ട് എടുക്കാളെല്ലാം എടുത്തിട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഒരു മര്യാദ വേണ്ടിയാ എത്രയെന്ന് വെച്ചിട്ട്. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ കളിയാ? അല്ല, ജോലിയൊക്കെ പോയിട്ട് നീ എന്തെങ്കിലും കൂളായിട്ടേക്കണേ? ഭാവി പരിപാടി എന്തൊക്കെ? അളി, ഞാൻ ഒന്നും കണ്ടി ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? നാട്ടിൽ അപ്പനാർക്ക് ഒരു പെട്ടിക്കടയുണ്ട്. നൈസായിട്ട് വന്ന് പൊളിച്ച് റെനോവേറ്റ് ചെയ്ത് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലെന്ന് ആലോചിക്കുക. അതിന്റെ ഫണ്ടൊക്കെ എങ്ങനെ? അതിനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ വൈകുന്നേരം പോയി സെറ്റ് ആക്കിയിട്ടില്ലേ വരുന്നത്. ഇതുണ്ട മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ പുതിയൊരു ഗോൾഡ് ലോൺ സ്കീമുണ്ട്, വ്യാപാർ വികാസ്. ഇത് നമ്മുടെ നീല മുത്തൂറ്റല്ലേ? എടാ, അപ്പൊ നീ കണ്ടിട്ടുണ്ട്. എടാ, നമ്മുടെ ഷാരൂഖ് ഖാൻ വഴിയിലൊക്കെ നീല ബോർഡിൽ 2 ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ലേ? ഇത് ട്രേഡേഴ്സിന് വേണ്ടി അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു ഗോൾഡ് ലോൺ സ്കീമാണ്. കയ്യിലുള്ള സ്വർണ്ണം വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ഇതിന് ഡെയിലി റീപേയ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായോ? ഇല്ല. എടാ, നമുക്ക് കിട്ടുന്ന ഡെയിലി വരുമാനത്തിൽ നിന്ന് നിനക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു തുക അടച്ചാൽ മതി. അതാകുമ്പോൾ ഈ ടോട്ടൽ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞു വരികയും ചെയ്യും. അതിനനുസരിച്ചുള്ള പലിശ അടച്ചാൽ മതി. അപ്പൊ ഈ ഡെയിലി റീപേയ്മെന്റ് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അടയാ, അല്ലെങ്കിൽ ഈ ലോൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ഈ ഫോൺ നമ്പർ ഉണ്ടോ? ഇവിടെ ഈ നമ്പർ ഉണ്ടോ? ഇതിനകത്തൊരു മിസ് കോൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിന്റെ ഫോണില്ലേ, അതിനകത്ത് മുത്തൂറ്റ് പിൻകോർപ്പ് വേണമെന്നൊരു ആപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് ലോൺ എടുക്കാം. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാ ഈ കച്ചവടക്കാർക്ക് വേണ്ടി ഒരു സ്കീം വരുന്നത്. അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തണ്ടേ? അളിയാ, നിനക്ക് വേറൊരു കാര്യം അറിയോ? ഇട ഈ ഓണം പ്രമാണിച്ച് മുത്തൂറ്റ് പിൻകോർപ്പിലെ ഇടപാട് നടത്തുന്നവർക്ക് നറുക്കെടുത്തുള്ള മൊത്തം സമ്മാനങ്ങളാ. കാറ്, സ്കൂട്ടർ, ഫ്രിഡ്ജ്, എന്തായാലും നമുക്ക് കാശ് കുറച്ച് ആവശ്യമുണ്ട്. ഒരു കാർ കിട്ടിയാൽ എന്താ പുളിക്കൂ? ഇല്ല. എടാ സുനിലേ, ഈ നമ്മുടെ ഫ്ലാറ്റിലെ പ്രേത ശല്യം അങ്ങനെ വല്ലതും നീ കേട്ടിട്ടുണ്ടാ? ഇല്ല, പ്രേതൊന്നുമില്ല. ഇല്ല. അല്ല, ഞാനെന്താ ഇവിടെ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ശരി, കാണാം. ചേട്ടാ, 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 ചേട്ടാ,
എന്താടാ അത്? ഇതാണ് ഈ ഫ്ലാറ്റിന് മുമ്പ് തൂക്കിട്ടേക്കണ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ്. അതിനെ എടാ ഒന്ന് മര്യാദക്ക് വായിച്ചു നോക്ക്. നിങ്ങൾ ഇന്നത്തെ ഏതെങ്കിലും ഒക്കെ തെറ്റിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അയാൾ നിങ്ങളോട് ദേഷ്യം തീർക്കണത്. സന്ദർശകർ വാഹനം ഗസ്റ്റ് പാർക്കിങ്ങിൽ മാത്രം പാർക്ക് ചെയ്യുക. അനധികൃത പാർക്കിങ്ങിന് 250 രൂപ ഫൈൻ ഈടാക്കുന്നതാണ്. നമ്മള് വാഹനം റോട്ടിലല്ലേ ഇട്ടേക്കുന്നത്, ഫൈൻ ഈടാക്കുമെങ്കിൽ പോലീസല്ലേ ആക്കുള്ളൂ. അതെ. കോമൺ ഏരിയയിൽ പുകവലിക്കാനോ മദ്യപിക്കാനോ പാടില്ല. ഞാൻ പുകവലിക്കാറില്ല. ഞാൻ മദ്യപിക്കാറുമില്ല. ഫ്ലാറ്റിലെ അന്തേവാസികൾ കൃത്യമായി വാഹനം പാർക്ക് ചെയ്യേണ്ടതാണ്. നമ്മളതിന്റെ ഫ്ലാറ്റിലെ അന്തേവാസികളല്ലല്ലോ. അല്ല. 10 മണിക്ക് ശേഷമുള്ള എല്ലാ ഡെലിവറികളും സെക്യൂരിറ്റി ക്യാബിനിൽ മാത്രം ഏൽപ്പിക്കുക. പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. എൻ്റെ ഈ വലിയ ബാഗൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡെലിവറി പോയാന്ന് കരുതി കാണൂ. നീ ആ കിങ്ങണീനെ ഷെയ്ക്കിനെയൊക്കെ പുള്ളിനെ കാണിച്ചു കൊടുത്തില്ലേ? സന്ദർശകരുടെ പേരും നമ്പറും രേഖപ്പെടുത്തിയ ശേഷം മാത്രം പ്രവേശിക്കുക. എന്തേ പേരെഴുതിയില്ലേ? എഴുതി, പക്ഷേ പേരെഴുതിട്ട് പോ. താഴെ എഴുതി വെച്ചിട്ടൊക്കെയാണോ കേറി വന്നേ? എന്താ ചേട്ടന്റെ പേര്? വേലായുധൻ. ഞാൻ ചേട്ടനെ വേലൂന്നേ വിളിക്കൂ. ആയിക്കോട്ടെ. പുറത്തു നിങ്ക വന്ന് പ്രശ്നം പണ്ടുന്നവർക്ക് മാത്രം, പിന്നെ നിന്നെ ഒന്നും ഞാൻ ഉറക്കുകയല്ല. അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനാണെങ്കിൽ അവർക്ക് പിന്നാടിയ സെക്യൂരിറ്റിയുടെ പ്രേതം ജോഗിങ് പണിയിട്ടേ കലക്കി. അപ്പൊ അത് തന്നെ കാര്യം. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഞങ്ങൾ ഓടിപ്പോയി താഴെ പോയി പേരെഴുതണ്ടേ? എടാ നീയൊക്കെ എങ്ങനെ താഴെ പോവാനാ? നിന്നെ കേട്ട് കറങ്ങിക്കൊണ്ടിരിക്കണല്ലേ പുള്ളി. ഇനിയിപ്പോ ആര് താഴെ പോവും? അത് ആര് താഴെ പോവും? ഞാൻ പോണെന്നാ? അല്ലാണ്ട് പാട്ട് പോയിട്ട് കാര്യമില്ലല്ലോടാ. എന്താടാ നിനക്ക് പേടിയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് പേടിയില്ലെന്ന്. എന്നാ എനിക്കിപ്പോ കുറച്ച് പേടിയുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു. എടാ നീ ഇവിടത്തെ അന്തേവാസിയല്ലേ? ഞങ്ങളല്ലേ പേരെഴുതാതെ വലിഞ്ഞേറി വന്നത്. ഞങ്ങളെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ, നിന്നെ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് വേണം നിന്നെയൊക്കെ സഹായിച്ചതിന് പുള്ളി എന്നെ ടെറസിന്ന് തള്ളി താഴെ ഇടാൻ. എടാ ഇങ്ങനെ പേടിക്കാതെടാ. ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഏത്തിസ്റ്റ് അല്ലേ? നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? വഴി അറിഞ്ഞാലേ നീ ഉണ്ടാക്കത്തുള്ളൂ. ആരെങ്കിലും വിളിച്ചാൽ രാവിലെ ബാഗ് എടുത്തോണ്ട് ഇറങ്ങിക്കോളും. അവൻ ഓണം ഉണ്ണാൻ ഈ പ്രേതാലേ കിട്ടിയുള്ളൂ. രാവിലെ ഇഡലി, ഉച്ചയ്ക്ക് മന്തി. എന്തോ അവിടെ തന്നെ ഇരിക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വാ. ആ പ്രേതത്തിന് വായ്പ കയറാനാണോ നിന്റെ വലിയ പ്ലാൻ? ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഞാൻ അവിടെ പോവാനാ, നമ്മൾ ഈ കുപ്പിലല്ലേ. എടാ നമുക്ക് മേളിൽ പോയി മദ്യവെച്ചാലോ? ആ മദ്യത്തിന് കയ്പല്ലേ? അല്ലെ ഈന്തപ്പഴോ കശുവണ്ടിയോ അച്ചാറോ വല്ലതും എടുത്താലോ? അയ്യോ, ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. നീ താഴെ പോയി 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ആ എടുത്തിട്ട് വരാം. ചേട്ടൻ വന്ന്. ഹലോ. എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? ടെറസിൽ പോകണം, 2 അടിക്കണം. എടാ ഒരു ഗ്ലാസ് എടുത്തോണ്ട് പോയാൽ നമുക്ക് ചേട്ടനുമായിട്ട് അടിക്കാം. ഞങ്ങൾ ആ രജിസ്റ്ററിൽ എഴുതാത്തതന്നല്ലേ താൻ ഞങ്ങളെ ഇട്ട് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നേ അല്ലേ? ആണെങ്കിൽ ചേട്ടന് ഉളുപ്പില്ല കേട്ടോ ഇമാതിരി ചെറിയ കേസിനൊക്കെ ഇട്ട് ഓടിക്കാനായിട്ട്. ഞാനിവിടെ ജീവനോടുള്ള സമയത്ത് ഒരുത്തനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടില്ല. പിന്നല്ലേ ഇപ്പോ. അധികം വാ വിളിക്കൊന്നും വേണ്ട. ഇയാളാ ഈച്ചയുടെ പുറകെ പോയിട്ട് കാല് തന്നെ താഴെ വീണല്ലോടാ വടിയായത്. അതിന്റെ പ്രശേഷം അല്ലേ ഇവിടെ തനിക്ക്? പേടിപ്പിക്കാൻ വരുന്നു മനുഷ്യനെ. നമ്മൾ ടെറസിലേക്കാണ് ഓടിക്കേറുന്നത്. എന്നാ പിന്നെ തിരിഞ്ഞോടി അങ്ങനെ വായിലോട്ട് കയറി.
അത് മാത്രം നടക്കൂല മോനെ. ചോദിച്ചൂടെ എനിക്കൊരു കോഴ്സ് കൂടി പഠിച്ചെടുക്കണ്ട, അല്ലെങ്കിൽ എന്റെ അച്ഛൻ്റെ അണ്ടറിൽ തന്നെ ഇരിക്കേണ്ടി വരും ചേട്ടാ. രണ്ടിനെയും കൊല്ലണമെന്ന് വിചാരിച്ചാ പോകുമ്പോ എക്സിറ്റ് മാർക്ക് ചെയ്താൽ മറക്കരുത് കേട്ടല്ലോ. നിന്റെ ആ ബാഗ് സെക്യൂരിറ്റി ക്യാബിലുണ്ട്, പോയി എടുത്തോ. എന്റെ പാസ്പോർട്ട്. ഹാപ്പി ഓണം. ആയിക്കോട്ടെ. ഓക്കേണാ? കണ്ടിട്ട് എന്താ തോന്നുന്നു? എനിക്കെന്റെ ഉമ്മാനെ കാണണം. ഈ ആരെങ്കിലൊക്കെ കാണണം. നാട്ടിലോട്ട് വരുന്നോ? ഞാനും വരാ. വാ. ഇത് തന്നെയാണെന്ന് ഉറപ്പാണോ? ആരോടെങ്കിലും ചോദിക്കാം. ചോദിക്കുക ചേട്ടാ, സുനിലിന്റെ ഫ്ലാറ്റിലാണോ? അറിയില്ലേ? ഇന്ന് ജോലി പോയ ഞങ്ങളുടെ ഫ്രണ്ട് സുനിലിന്റെ ഫ്ലാറ്റ് അറിയില്ല. എന്നാ അറിഞ്ഞോ, ഇതാണ് ജോലി പോയ ഞങ്ങളുടെ കൂട്ടുകാരൻ സുനിലിന്റെ ഫ്ലാറ്റ്. അഥവാ ഇനിയിപ്പോ ആരെയും ചോദിച്ചാലും അറിയില്ലെന്ന് പറയാലോ. എന്നാ കാശ് സുനിൽ നന്നായിട്ട് കണ്ടാ മതി കേട്ടോ. ചേട്ടാ, ഏണി വെക്കാൻ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാത്ത ഫ്ലാറ്റാ. സൗകര്യങ്ങൾ കുറവാണ്ടോ? നമുക്കായിരിക്കണം രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ടിട്ട് പോയാലോ? രജിസ്റ്റർ ചെയ്ത് ഒപ്പിടാൻ നമ്മളെന്താ കല്യാണം കഴിച്ചാ? നമുക്ക് സുനിയുടെ ഫ്ലാറ്റ് കണ്ടുപിടിക്കണ്ടേ? ആളുകളൊക്കെ കിടന്ന് ഉറങ്ങല്ലേ? പതുക്കെ സുനി മൂക്കട്ട കൊതിയ ചെറിയ എപ്പിസോഡാണിത്. വന്ന 3 എപ്പിസോഡായാലും ചെറിയ എപ്പിസോഡാണ്. പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞു തീർക്കുകയും സിമ്പിളായിട്ടുള്ള സ്ക്രിപ്റ്റും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വലുതാവുന്ന കാണിച്ചു, വിസിലടിച്ച് വലുതാവുന്നൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി റേറ്റിംഗിൽ വേണം 10ൽ ഒരു 7 കൊടുക്കാം. കാരണം കുറേയധികം കാര്യങ്ങൾക്കൊരു മിസ്റ്ററി ആക്കാമായിരുന്നു. കാരണം ആ പാർട്ടിയുടെ ഭർത്താവിനെ കാണിക്കുന്നത്, അപ്പോൾ നമ്മൾ വെച്ചെന്തോ മിസ്റ്ററി കാണിക്കാൻ പോകാം, പക്ഷെ അതൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. ഒന്നും കൂടി സ്ക്രിപ്റ്റും സ്ട്രോങ് ആക്കി കുറേയധികം മിസ്റ്ററി, കുറേയധികം ട്വിസ്റ്റും ഉണ്ടാവുമായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു കുറച്ചധികം നല്ലപോലെ ഉണ്ടാവാൻ സാധ്യത. കാരണം നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഹിഡൻ ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം കാര്യം ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ എപ്പിസോഡ് വരെ കുറേയധികം കാര്യങ്ങൾ ഹിഡൻ ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടിയും ഡീറ്റെയിൽ വരുന്ന പ്രതീക്ഷ, പക്ഷെ ഒന്നും വന്നില്ല. ഇത് നോക്കാം. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.